ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കണ്ടന്റ് റിലേറ്റഡ് വീഡിയോ ഒന്നല്ല. എനിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു റിഗ്രറ്റ് ആണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് യൂട്യൂബിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആയതുകൊണ്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് ഗിവ് അവേ പോലെ ഞാൻ നമ്മുടെ നല്ലൊരു കമൻറ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അയക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫ്രെയിമിന് പകരം ഞാൻ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിലൊരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഇവിടെ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കി നോക്കൂ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാലും കാണാൻ പറ്റും. ഇന്നെ അറിയണവർക്കാണെങ്കിൽ അറിയാം, ഞാൻ ഒത്തിരി സർപ്രൈസ് ഗിഫ്റ്റും ഞാൻ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ ആളെ തന്നെ സെലക്ട് ചെയ്തിട്ട് ആൾ അതിൽ പറയുന്നുണ്ട് എനിക്ക് ഇതുവരെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു, ഓ പാവം കുട്ടി, ആ കുട്ടിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, ആ കുട്ടിക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാന്ന്. പക്ഷെ ആ കുട്ടി ആ ഒരൊറ്റ വീട്ടിൽ കമന്റ് ഇട്ടുള്ളൂ കേട്ടോ. അതിൽ എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് യൂട്യൂബ് ചാനലിന്റെ സ്റ്റാർട്ടിങ് മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് അതിൽ കമന്റ് ഇട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ആ കുട്ടീനെ ആ കമന്റ് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പാവം തോന്നിയിട്ട് ഞാൻ 2 കമന്റ് ഇട്ടുന്ന ആളാ ആ ഒരു വീഡിയോയിൽ. അപ്പം ഞാൻ ആ കുട്ടിയെ കൊടുക്കാന്നുള്ള ഇതിൽ ആ കുട്ടീനെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. സെലക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് മെയിൽ ഐ ഡിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾ വേറെ അക്കൗണ്ടിൽ നിന്നാണ് മെയിൽ ഐ ഡിക്ക് മെസ്സേജ്. ഞാനത് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അക്കൗണ്ട് ഇല്ലാണ്ട് എങ്ങനെയാണ് ഞാൻ ഗിഫ്റ്റ് തരിക എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി മെയിൽ അയച്ചതൊക്കെ ഞാൻ ഇവിടെ അങ്ങനെ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കി നോക്കൂട്ടാ. അപ്പോൾ അതിലൊരു മെയിൽ ആ കുട്ടി അയച്ചുള്ളതാണ്, ചേച്ചി പിന്നെ പറ്റുമെങ്കിൽ എനിക്കൊരു വാട്ടർ ബോട്ടിലും നോട്ട് ബുക്കും തരുമോ, കാരണം ബാഗ് വാങ്ങാൻ പോലും പൈസ ഇല്ല, ചിലപ്പോൾ പഴയ ബുക്കായിരിക്കും, ഈ വട്ടവും പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുടെ ഇമോജി ഒക്കെ ഇട്ടിട്ട് അയച്ച്. പിന്നെ ആ കുട്ടി കുറേ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കട്ടെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കി നോക്കും. എനിക്ക് യൂട്യൂബിൽ ഒരു തരത്തിലുള്ള ക്യാഷും കിട്ടുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തം പൈസ എടുത്തിട്ടാണ് ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. അത് ഞാൻ ഈ മെയിൽ അയക്കുന്ന ടൈം വരെ ഞാൻ വിചാരിക്കാന്ന് വെച്ചാൽ പാവം കുട്ടിയായിരിക്കും, ആ കുട്ടിക്ക് തന്നെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ മാറിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കോഴിക്കോടൊക്കെ ജോലി ചെയ്തപ്പോൾ അങ്ങോട്ടൊക്കെ മാറിയോണ്ട് എനിക്ക് കുറേ ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് ചെറിയൊരു ഫ്രെയിം കൊടുക്കേണ്ട ഞാൻ അത്യാവശ്യം വലിയ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ആ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ കുട്ടിക്ക് പോസ്റ്റ് ഓഫീസ് വഴി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കുറേ ഗിഫ്റ്റ് ആഡ് ചെയ്ത്. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അമ്മയുണ്ട് കേട്ടോ എൻ്റെ അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ. അപ്പം എനിക്കാണെങ്കിൽ ഈ കുട്ടി പറഞ്ഞല്ലോ വാട്ടർ ബോട്ടിലും ബുക്കും അതും ഇതൊക്കെ വേണം. അപ്പൊ ബാഗൊക്കെ വാങ്ങാതെ വെച്ചിട്ട് ഞാൻ പോയി. അപ്പൊ അമ്മനോട് പറഞ്ഞു യൂട്യൂബിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ലല്ലോ, ഉള്ളത് വെച്ചിട്ട് വാങ്ങിയിട്ട് ഇപ്പൊ കൊടുത്ത്, ഇനി പിന്നെ നമുക്ക് നല്ല ഗിവ് അവേ വെക്കുമ്പോൾ നല്ല നല്ല സാധനം കൊടുക്കാൻ. അപ്പോഴും എനിക്ക് ഒരു സങ്കടം, അയ്യോ കുട്ടിക്ക് ബാഗ് കൂടി വാങ്ങി കൊടുക്കുന്നത് പാവപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നത്. എന്റെ മൈൻഡ് അങ്ങനെ കേട്ടോ, ചില ടൈമിങ്ങനെ പാവം പിടിച്ച പോയിട്ടാ. അപ്പൊ ഞാൻ വെച്ചാൽ ആ കുട്ടിക്ക് ബാഗ് കൂടി വാങ്ങിക്കൊടുക്കാം, ബാഗ് കൂടി വാങ്ങിക്കൊടുക്കാൻ എന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പൊ അമ്മ പറഞ്ഞപ്പോ ഞാൻ വെച്ചാൽ ഓക്കെ എന്തെങ്കിലും പിന്നലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇപ്പൊ തൽക്കാലം ഇതൊക്കെ വെച്ചിട്ട് കൊടുക്കുക. അത്യാവശ്യം ഒരു സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് ഓഫീസ് വഴി ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട്, താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടപ്പോഴും പിന്നെ ഒരു വീഡിയോയിൽ ആ കുട്ടി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോൾ വേറെ ഒരു അക്കൗണ്ട് ആണ് അതിൽ. അപ്പൊ ഞാൻ ആ കമന്റ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ആ കമന്റിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതൊക്കെ ഓക്കെ ആണ് കേട്ടോ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, കുട്ടി യൂട്യൂബ് ചാനലിൽ വീഡിയോസും ചാനലൊക്കെ ഇടുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ കുട്ടി അങ്ങനെ ഒരു പാവം പിടിച്ച കുട്ടിയോ ഗിഫ്റ്റ് ഇതുവരെ കിട്ടാത്ത കുട്ടിയായിട്ട് എനിക്ക് ഫീൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ കുറേ ഗിവ് അവേ കൊടുത്തോണ്ടിരിക്കുന്നത്. അതിലൊരു ഗിവ് അവേന്റെ, അതായത് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവില്ല തംബ്നെയിൽ പോലത്തെ ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ടാ. നോക്കിയപ്പോൾ ഞാൻ കൊടുത്ത പൗച്ചും വാട്ടർ കളറും ഷാർപ്പനറും സ്റ്റിക്കി നോട്ട്സും ഒക്കെ ആ കുട്ടി വേറെ ആകെ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ഷോക്കായിട്ട്, അതായത് എൻ്റെ അടുത്ത് കുറെ കഷ്ടങ്ങളും അതും ഇതും, എനിക്ക് അത് വേണം ചേച്ചി ഇത് വേണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുള്ള ഇമോജി ഒക്കെ ഇട്ടിട്ടുള്ള കുട്ടി ആ കുട്ടിയുടെ അക്കൗണ്ടിൽ ഞാൻ കൊടുത്ത സാധനങ്ങൾ കൂടി ഗിവ് അവേ ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി എനിക്ക് എത്ര റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടാവും ആ ഗിഫ്റ്റ് കൊടുത്തതെന്ന്. ഞാൻ വിചാരിക്കുന്ന അർഹതപ്പെട്ട ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവുന്ന. കുറേ വലിയ സാധനങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും കൊടുക്കാനുള്ള മനസ്സ് എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം പറ്റുന്ന രീതിയിലുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു റിഗ്രറ്റ് വരുന്നത്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കൊടുക്കുക. ആ കുട്ടിയുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്താ പറയുക, ഒരു ചീറ്റ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കത് ഭയങ്കര റിഗ്രറ്റ് വന്ന്, എനിക്കത് ഭയങ്കര റിഗ്രറ്റ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മളൊരു ഗിഫ്റ്റ് ഒരാൾ ഇതൊക്കെ സങ്കടം പറച്ചിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ട് ആ ഗിഫ്റ്റ് ആളുടെ ചാനലിൽ ഗിവ് അവേ കൊടുക്കാം. അപ്പം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആ കുട്ടിക്ക് 400 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ആ കുട്ടിക്ക് 1K അബോവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആ കുട്ടി ഫുൾ ഗിവ് അവേ ആണ് ചെയ്യുന്നത്. ഒരുവിധം വീഡിയോസ് ഒക്കെ കുറെ ഗിവ് അവേ വീഡിയോസ് ആണ്. അതിലുള്ള കമന്റ്സ് ആണെങ്കിലോ ഒരാൾ തന്നെ ഒരു 10-12 കമന്റ്സ് ഇട്ടുണ്ട്. അങ്ങനെ കുറെ കമന്റ്സ് 700 വ്യൂസ് ഉള്ള വീഡിയോയ്ക്കൊക്കെ 400-500 കമന്റ്സ് ഒക്കെയാണ് കാണുന്നത്. അപ്പൊ ഞാൻ കമന്റ്സ് മൊത്തം ഒന്ന് സെർച്ച് ചെയ്തിട്ടാ, കമന്റ്സ് മൊത്തം സെർച്ച് ചെയ്തപ്പോൾ ഒരാളെന്നെ ഉണ്ട് അതിൽ കുറേ കമന്റ്സ് ഇട്ടുണ്ട്. അതായത് ഒരാളെന്നെ 10-12 കമന്റ്സ് ഉണ്ട്, കുറേ കമന്റ്സ് ഉണ്ട് അതിൽ. അപ്പൊ ഞാൻ എൻ്റെ റൂംമേറ്റെ കൂടി ഇതിങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാലേ ഭയങ്കര റിഗ്രറ്റ് ആയി, എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയി ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട്. സെർച്ച് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു അക്കൗണ്ട്, അതിൽ കുറേ അക്കൗണ്ട് കമന്റ്സ് ഇട്ടതിലൊക്കെ യൂട്യൂബ് ചാനലുണ്ട്, അതിലൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗിവ് അവേ ആണ്.
ഗിവ് അവേ ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഗിവ് അവേ കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി സബ്സ്ക്രൈബേഴ്സ് വരും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അക്കൗണ്ടിൽ നമ്മൾ ഇങ്ങനെ കമന്റ്സ് ഇട്ടിട്ട് വരുമ്പോഴും നമ്മൾ അതിൽ വിൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ യൂട്യൂബ് ചാനലിൽ വരുന്ന വ്യൂവേഴ്സും ഈ ഒരു അക്കൗണ്ട് നോക്കുകയും ചെയ്യും, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ കുട്ടി ഇതെല്ലാം നല്ല ബുദ്ധിപരമായിട്ടാണ് കളിച്ചിട്ടുള്ളത്. 3 അക്കൗണ്ട് വെച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഗിവ് അവേ വിന്നറായിട്ട് ആ ഗിവ് അവേ ഉള്ള ഗിഫ്റ്റ് മൊത്തം ആ കുട്ടിയുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന പോലെ വീഡിയോസ് ഇടുന്നത്. 2 വീഡിയോസ് ഇടുന്നുണ്ട് ആ കുട്ടിയുടെ. ഞാൻ കൊടുത്തുള്ള അതേ സാധനം വെച്ചിട്ട് 2 വീഡിയോസ് ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിനപ്പോൾ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ എനിക്കത് അത്രയും റിഗ്രറ്റ് അടിച്ച്, എനിക്കത് ഭയങ്കര റിഗ്രറ്റ് അടിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ അത് അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും അത് അർഹതപ്പെട്ടുള്ള ഓരോ വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ല കാര്യമാണ്. ഞാൻ 3K ഗിവ് അവേ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനി ചെയ്യുകയാണെങ്കിൽ കമന്റ് പിക്കറൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. മറ്റേ ഞാൻ സെലക്ട് ചെയ്താൽ മീൻസ് ആ കുട്ടിയുടെ കമന്റ് കണ്ടപ്പോൾ പാവം തോന്നി ഞാൻ സെലക്ട് ചെയ്തതാണ്. മെയിൽ ഐ ഡിയിൽ നിന്ന് മെയിൽ അയച്ചപ്പോൾ ഞാൻ പാവം തോന്നി, അപ്പം അങ്ങനെ ചെയ്തത് അതിന്റെ മിസ്റ്റേക്ക് ആണ്. എനിക്ക് അങ്ങനെ പാവം തോന്നാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടി വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ വളരെ മോശം പ്രവൃത്തിയാണ് കേട്ടോ ഇപ്പൊ ചെയ്യുന്നത്. വളരെ മോശം പ്രവൃത്തിയാണ്. കാരണം നമ്മൾ സഹതാപം പിടിച്ച് പറ്റി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് വീണ്ടും നമ്മുടേതാണെന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്, ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതിൽ കുറെ പേര് കമന്റ്സ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ കുട്ടീനെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് കുട്ടി ചിലപ്പോൾ കമന്റ്സ് ഇടുന്നുണ്ടാവും. 3 അക്കൗണ്ട് നിന്നാണ് ആ കുട്ടി പറ്റിച്ചിട്ടുള്ളത് കേട്ടോ. 3 അക്കൗണ്ട്, ഒരു അക്കൗണ്ട് മെസ്സേജ് അയച്ച് പിന്നെ മെയിലിൽ വേറൊരു അക്കൗണ്ട് മെസ്സേജ് അയച്ചിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ 3ാമത്തെ അക്കൗണ്ട്, അതായത് ഒറിജിനൽ അക്കൗണ്ട് പിന്നെയാണ് റിവീൽ ചെയ്യുന്ന ആള്. അപ്പൊ ഞാൻ പറയട്ടെ, വളരെ മോശം പ്രവൃത്തിയാണ്. കുട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് കുറെ ഗിവ് അവേ കുട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വേറെ അക്കൗണ്ടിൽ നിന്ന് ഗിവ് അവേ വിന്നർ ആയിട്ട്, ഇതുപോലെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ച് ഗിവ് അവേ വിന്നർ ആയിട്ട് ആ ഗിഫ്റ്റ് എന്നിട്ട് വേറെ ആളുകൾക്ക് എന്റെ ഗിവ് അവേ ആണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയായിരിക്കും. വളരെ ചീപ്പായിട്ടുള്ള പ്രവൃത്തിയാണ്, ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇത് നമുക്ക് കിട്ടിയ സാധനം നമ്മൾ വീണ്ടും നമ്മുടെ ഗിവ് അവേ ആണ് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് വളരെ മോശം പ്രവൃത്തിയാണ്. അപ്പൊ ആരും ചെയ്യാണ്ടിരിക്കാം. എനിക്കത് അത്രയും റിഗ്രറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഞാൻ കുറച്ച് ദിവസമായി ഞാൻ ഈ അക്കൗണ്ട് നന്നായിട്ട് നോക്കുന്നുണ്ട്. നന്നായിട്ട് ഞാൻ ഈ അക്കൗണ്ട് നോക്കുന്നു. അങ്ങനെ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആരും ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു മോശം പ്രവൃത്തിയാണ്. അപ്പൊ ആരും ചെയ്യാണ്ടിരിക്കട്ടോ. ഫസ്റ്റ് 2 വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനത് ഓക്കെ എന്നുള്ള രീതിയിൽ പോയതായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും ഒരു വീഡിയോ കാണാൻ ഇടയായി. എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഗിവ് അവേന്റെ ആ ഫ്രെയിം ഇല്ലേ, അതിൽ ആ ഫോട്ടോ റിമൂവ് ചെയ്തിട്ട് ആള് വീണ്ടും ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മസ്റ്റായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും ഇത് വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണിക്കുന്നുട്ടോ. അപ്പൊ ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ല, ആ കുട്ടി ആ ഫോട്ടോ റിമൂവ് ചെയ്തിട്ട് അതും ഗിവ് അവേ വെക്കുകയാണ്. ഇത്രയും കണ്ടിട്ടും മിണ്ടാതിരുന്നാല് സെയിം പ്രവൃത്തി ആള് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയേ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ട് റിവീൽ ചെയ്തതും ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്തത്. ഇത്രയും വന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.